വാഴ്ത്തുന്നീതാ എൻ ജീവനായി നീ തീർന്നിടുക. ആരാധന നിത്യം ആരാധന, ആരാധന നിത്യം ആരാധന. ആമേൻ. ആരാധന നിത്യം ആരാധന, ആരാധന നിത്യം ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. മക്കളെ, ഇത് ആരാധനയുടെ സമയമാണ്. നിശ്ചയമായിട്ടും ഈശോ നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? നമ്മുടെ ദൈവം നമ്മുടെ പക്ഷത്തുള്ള സമയമാണത്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ള നിമിഷങ്ങളാണത്. ഈ നിമിഷങ്ങളിൽ മക്കളെ നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ടതില്ല, വേറൊന്നും ചിന്തിക്കേണ്ടതില്ല, ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ടതില്ല. നിന്റെ കർത്താവ് നിന്റെ ചാരയുണ്ട്, നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ കർത്താവ് സർവശക്തനായ ദൈവമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്ക്, എൻ്റെ രക്തം പാനം ചെയ്യ്, അങ്ങനെയെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇയാൾ താരയിലുണ്ട്. ദിവ്യകാരുണ്യമായിട്ട് ഇതാ ഈശോ നമ്മോടൊത്ത് വസിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും തരുമെന്ന്. മക്കളെ, ഇതൊരു വിശ്വാസത്തിന്റെ യുദ്ധമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു യുദ്ധമാണ്. അല്ലെങ്കിൽ ദൈവ മക്കളെന്നുള്ള പദവിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പിടിച്ചു മേടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പാ അല്ലേ, കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടില്ലേ, ഒരു പെരുന്നാളിന് പോയി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കണ്ടാൽ അത് കിട്ടുവോളം അപ്പാ അപ്പാ അമ്മേ എനിക്കിത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവസാനം അപ്പനമ്മ എന്ത് ചെയ്യുന്നേ? അമ്മ പറയും, മനുഷ്യ അത് മേടിച്ചങ്ങോട്ട് കൊടുക്ക്, അല്ലെങ്കിൽ അപ്പം പറയും അതോട് മേടിച്ചു കൊടുക്ക്, അല്പം സമാധാനമാകട്ടെ എന്തെങ്കിലും പറഞ്ഞ് അത് മേടിച്ചെങ്കിലും കൊടുക്കും. അങ്ങനെയെങ്കിൽ സ്വന്തം മക്കളായി നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ കരയുമ്പോൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കേൾക്കാതിരിക്കുമോ? നമ്മുടെ സങ്കടം കർത്താവ് കാണാതിരിക്കുമോ? അപ്പാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ടല്ലേ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് ഈ നിമിഷം നമുക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം ഈശോ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, പിതാവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കാൻ തരൂന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളോട് വിശ്വസിക്കേ. ഈശോ പറഞ്ഞത് നമ്മളിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കേ. ഇതാ പിതാവായ ദൈവത്തോട് പുത്രനായ ഈശോയിലൂടെ നമ്മൾ ചോദിക്കാൻ പോവാ. പക്ഷേ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് വേണം ചോദിക്കാൻ. ജാരസന്തതിയല്ല, അടിമകളൊന്നുമല്ല, ദൈവമക്കൾ എന്നുള്ള പദവിയിൽ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് വേണം മക്കളെ ചോദിക്കാൻ. ഹൃദയത്തിലെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അലസതയുടെ, അഹങ്കാരത്തിൻ്റെ ഒക്കെ കെട്ടുകൾ അടിയട്ടെ. ദൈവമകനാകട്ടെ, ദൈവമകളാകട്ടെ, യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അതരം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറഞ്ഞ് നീ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും അവന്റെ നാമത്തിൽ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള സകലതും ഇതാ നമ്മിൽ പൂർത്തീകരിക്കപ്പെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. മക്കൾ എന്തെല്ലാം വേണോ ചോദിക്കുക. കർത്താവ് എന്നെ പറഞ്ഞ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകണ്ടേ? നമ്മുടെ വേദനകൾക്ക് വിരാമമിടണ്ടേ? നമ്മുടെ കണ്ണുനീരിനെയും ദുഃഖത്തെയും തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കണ്ടേ? വേണ്ടേ?
അതിനുള്ള സമയം അത്. നിന്നെ കേൾക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാകണമെന്നില്ലെന്നേ. നിന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരു കുഞ്ഞുണ്ടാകണമെന്നില്ല. നിന്നെ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ കൂട്ടിനുണ്ടല്ലോ. പോരെ? ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ? ഇതിനുമപ്പുറം നിനക്ക് എന്ത് വേണം? ഒരു ദൈവം കൂട്ടിനുണ്ടെങ്കിൽ 10,000 നിനക്ക് കൂട്ടിനായിട്ട് മനുഷ്യരുണ്ടായാലും അതിൽ നീ ആനന്ദിക്കേണ്ട വിഷയമില്ല. ദൈവം കൂട്ടിനില്ലാതെ പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മനുഷ്യൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കൊണ്ട് ആ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചോദിക്കും, ഈശോയെ നിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, ഒരു വീടില്ല അപ്പാ എനിക്ക് വീടിതാ. ഒരു കുഞ്ഞില്ല അപ്പാ എനിക്കൊരു കുഞ്ഞിനെത്താ. സ്വന്തമായിട്ടൊരു ജോലിയില്ല അപ്പ ഒരു ജോലിതാ. വിദേശത്ത് പോകാൻ പറ്റണില്ല, തടസ്സം മാറ്റിത്തരാൻ പറ. ചോദിക്കേ. ചോദിക്കുന്നതിലും ഉപരി തരും തരും തരും. വിശ്വസിച്ച് വിശ്വാസത്തോടെ ചോദിക്കേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടട്ടെ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. വാനിടത്തിൽ പറവജാലം വിതയ്ക്കുന്നില്ലല്ലോ, അവയോ കൊയ്യുന്നില്ലല്ലോ. വാനിടത്തിൽ പറവജാലം വിതയ്ക്കുന്നില്ലല്ലോ, അവയോ കൊയ്യുന്നില്ലല്ലോ. എങ്കിലുമെൻ താതരെന്നും പോറ്റിടുന്നല്ലോ, അവയെ പോറ്റിടുന്നല്ലോ. എങ്കിലുമെൻ താതരെന്നും പോറ്റിടുന്നല്ലോ, അവയെ പോറ്റിടുന്നല്ലോ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താതൻ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ
ചേർത്തു തന്നിടും. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് പാടാം. ഈശോയെ, എൻ്റെ പരിശുദ്ധമായ സ്നേഹത്താൽ ഈ മക്കൾ ചോദിക്കുന്നതെന്തും ഈ മക്കൾക്ക് നൽകണമേ. ഈശോയെ, വേദനകളും സങ്കടങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ആഗ്രഹങ്ങളൊക്കെയല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ സമ്പന്നതയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ. ഈശോയെ, എല്ലാം ഞങ്ങൾക്കുണ്ടെന്നല്ലേ നീ പറഞ്ഞത്, എല്ലാം തരുമെന്നല്ലേ പറഞ്ഞത്. ഈശോ, ഞങ്ങളിത് വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഇപ്പോൾ ഈ മക്കളുടെ മേൽ വർഷിക്കണമേ. നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, ബാധ്യതകൾ എല്ലാറ്റിൻ്റെ മേലും കർത്താവ് ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ, മനുജാ ശ്രേഷ്ഠമെന്നോർക്കൂ. ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ, മനുജാ ശ്രേഷ്ഠമെന്നോർക്കൂ. നീതിയോടെ തേടുകെന്നും ആത്മകാര്യങ്ങൾ, നിങ്ങൾ ആത്മകാര്യങ്ങൾ. നീതിയോടെ തേടുകെന്നും ആത്മകാര്യങ്ങൾ, എന്നും ആത്മകാര്യങ്ങൾ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ നാഥൻ നിങ്ങൾക്കായി എല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ നാഥൻ നിങ്ങൾക്കായി എല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ നാഥൻ നിങ്ങൾക്കായി എല്ലാം ചേർത്തു തന്നിടും, എല്ലാം ചേർത്തു തന്നിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ മക്കളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ
സ്വർഗം തന്ന ഏക നാമത്തിൽ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളും നിന്റെ പരിശുദ്ധ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, മനസ്സ് തളർന്നിരിക്കുന്നവര്, ജീവിതം സംഘർഷങ്ങളുടെ നടുവിലായിരിക്കുന്നവര്, അമിത ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവര്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവര്, ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന മക്കള്, കർത്താവേ, വിശുദ്ധ ജീവിതം അസാധ്യമായി നിൽക്കുന്ന ജീവിതങ്ങള്, കർത്താവേ, നിന്നോടുള്ള ബന്ധത്തിൽ എത്ര കണ്ട് വളരണമെന്ന് ആഗ്രഹിച്ചുവോ അത്ര കണ്ട് പുറകോട്ട് പോകുന്ന ജീവിതത്തിന് അനുഭവം പേറുന്ന മക്കള്, കർത്താവേ, ഇവരെല്ലാം സമർപ്പിക്കുന്നു. ഈ മക്കളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ തിന്മകളെയും യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാൻ കൽപ്പിക്കുന്നു, മുട്ടുമടക്കാൻ കൽപ്പിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും ഞങ്ങൾ ബന്ധിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന തിന്മകള്, വിശുദ്ധ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത്, വചനം വായിക്കാൻ തടസ്സം നിൽക്കുന്നത്, ആത്മീയ ജീവിതത്തിൽ വളരാനും ഉയരാനൊക്കെ തടസ്സം നിൽക്കുന്ന മേഖലകള്, ഭൗതിക ജീവിതത്തില് തടസ്സങ്ങൾ നേരിടുന്നവര്, ജോലി മേഖലകള്, വിവാഹത്തിന്റെ മേഖലകള്, കുഞ്ഞുങ്ങളുണ്ടാകാൻ വരുമാന മാർഗങ്ങള്, പഠനം, ഇതിലൊക്കെ കർത്താവേ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ, ദിവ്യകാരുണ്യത്തിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുതകരമായ ശക്തിയോട് ചേർന്ന് ബന്ധിച്ച് അഴിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അടിയപ്പെടട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയേ ആരാധന. ആരാധന, ആരാധന, ആരാധന. ആരോടും പറയാൻ പറ്റാതെ ഉള്ളിലൊതുക്കി ഒത്തിരിയേറെ സങ്കടങ്ങളുമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വലിയ സൗഖ്യം, വിടുതൽ നൽകി, ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത സൗഖ്യം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇതൊരു ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷം ഇങ്ങനെ ശരീരത്തിൽ എവിടെ ഇങ്ങനെ കമ്പി ഇട്ടിരിക്കുന്ന ഒരവസ്ഥ, അതിൻ്റെതായ ഒരു ഓപ്പറേഷനിലൂടെ വന്ന ഒരു അസ്വസ്ഥത, ബുദ്ധിമുട്ട്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വേദനയും അസ്വസ്ഥയുമായി കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ വിഷയത്തിൽ വലിയ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഉറക്കമില്ലാത്ത രാത്രികളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, സൗഖ്യം നൽകുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തോ കൃഷി ചെയ്തിട്ട് അതിന് പ്രതീക്ഷിച്ചതിനനുസരിച്ചുള്ള ആ ഒരു ഫലം കിട്ടാതെ, റിസൾട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും നഷ്ടമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോഴി ഫാം നടത്തുന്ന, ഇറച്ചിക്കോഴിയുടെ ഒരു ഫാം നടത്തുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും
സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ചോര കാണുമ്പോഴേ വല്ലാത്തൊരു ഭയം ഉള്ളിൽ വരുന്ന ഒരു മകളെ കർത്താവ് ആ മേഖലയിൽ സൗഖ്യം വിടുതലും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈ മക്കളെ നീ സ്പർശിക്കണം. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വലിയ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ നൽകണം. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വലിയ കരുണ ഈ മക്കളുടെ മേൽ വർഷിക്കപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും